കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. 86 സങ്കീർത്തനം 2 വാക്യം. എൻ്റെ പ്രാണനെ കാക്കണമേ, ഞാൻ നിൻ്റെ ഭക്തനാകുന്നു. എൻ്റെ ദൈവമേ, നിന്നിൽ ആശ്രയിക്കുന്ന അടിയനെ രക്ഷിക്കണമേ. ദാവീദിൻ്റെ ഒരു പ്രാർത്ഥന എന്നാണ് ഈ സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ട്. തൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കേണ്ടതിന് 2 കാരണങ്ങളാണ് ദാവീദ് ദൈവമുൻപാകെ അവതരിപ്പിക്കുന്നത്. ഒന്ന്, ഞാൻ നിൻ്റെ ഭക്തനാകുന്നു എന്നതത്രേ. ദൈവഭക്തി പ്രാർത്ഥന കേൾക്കുന്നതിന് സഹായകരമാണ്. ഇത് ദൈവവുമായുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. 2, ദാവീദ് സ്വയം പരിചയപ്പെടുത്തുന്നത് നിന്നിൽ ആശ്രയിക്കുന്ന അടിയൻ എന്നു തന്നെയാണ്. ദൈവത്തിൽ ആശ്രയിക്കുക എന്നതിന് ദൈവത്തിൽ വിശ്വസിക്കുക എന്നൊരു അർത്ഥം കൂടെയുണ്ട്. നാം നമ്മിൽ തന്നെയോ അല്ലെങ്കിൽ ഊമവിഗ്രഹങ്ങളിലോ ആശ്രയിച്ചാൽ ദൈവത്തിൽ നിന്ന് ഉത്തരം ലഭിക്കുകയില്ല. നമ്മുടെ ആശ്രയം ദൈവത്തിൽ മാത്രമാകുമ്പോൾ ദൈവം നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുന്നു. 37 സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, നിൻ്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. 5 വാക്യം. ദാവീദിൻ്റെ തന്നെയാണ് സ്മര്യ സങ്കീർത്തനം. പ്രിയരെ, ദൈവഭക്തി മുറുകെ പിടിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുക. നമ്മുടെ പ്രാർത്ഥനകൾ ഫലപ്രാപ്തിയിലെത്തും. അല്ലാത്തതെല്ലാം മറുപടി രഹിതമായിരിക്കും. ഇന്ന് പ്രഭാതത്തിൽ സ്വർഗം സകലരെയും സഹായിക്കട്ടെ. അവിടുത്തെ പരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ.